എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് ടാക്സ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ ടാക്സ് പ്ലാനിംഗ് റിലേറ്റിംഗ് ടു ദി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് എ പേഴ്സൺ റിസീവിംഗ് ഹൗസ് റെൻറ്റ് അലവൻസ് ഇറ്റ് മേ ബി മോർ ബെനിഫിഷ്യൽ ടു ലെറ്റ് ഔട്ട് ഓൺ ഹൗസ് ഫോർ റെൻറ്റ് ആൻഡ് ലീവ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ബിക്കോസ് ഇൻ ദാറ്റ് കേസ് ഹി ക്യാൻ ക്ലെയിം എക്സംഷൻ ഫോർ HRA റിസീവ്ഡ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അയാളിപ്പം സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അയാളിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു HRA ഇല്ലേ, ഹൗസ് റെൻ്റ് അലവൻസ്, അതിൻ്റെ എക്സംഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ഇപ്പം ഒരാൾ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അയാളിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അയാൾ HRAയ്ക്ക് എക്സംഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അറ്റ് ദി സെയിം ടൈം ഹി ഷുഡ് ആൾസോ തിങ്ക് അബൌട്ട് ദി ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓൺ ഹൗസ് ആൻഡ് ടാക്സ് അസോസിയേറ്റഡ് വിത്ത് സച്ച് ലെറ്റിംഗ് ഔട്ട്. അതായത് അതോടൊപ്പം തന്നെ അയാൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ഹൗസ് അപ്പം റെൻറ്റിന് കൊടുത്തേക്കുമല്ലേ, ആ റെൻറ്റിന് കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ടാക്സിനെയും അയാൾ നോക്കണം. ഇപ്പം സ്വന്തം വീട് വാടകയ്ക്ക് കൊടുക്കുമ്പം അതിനകത്തോട്ടൊരു വരുമാനം കിട്ടത്തില്ലേ, ആ വരുമാനവും അതിനകത്ത് എന്തെങ്കിലും ടാക്സ് വരത്തില്ലേ, അതും അയാൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സിമിലർലി എ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺ ഓണിങ് എ ഹൗസ് should compare the monetary advantages of living on house or let outing on house and living in a rented house because in such person can claim deduction for rent paid from gross total income under section 80GG. അതായത് ഇപ്പം സ്വന്തമായിട്ടുള്ള വീടുള്ള ഒരു വ്യക്തി, അതേപോലെ തന്നെ അയാളിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുമുണ്ട്. അങ്ങനാണെങ്കിൽ ആ ഒരാൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ ഇപ്പം വാടക വീട്ടിൽ താമസിക്കുന്നതിൻ്റെയും മോണിറ്ററി അഡ്വാൻറ്റേജസ് കമ്പയർ ചെയ്യാണ്. ഇപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതാണോ അതോ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതാണോ ഏറ്റവും നല്ലത്, മോണിറ്ററി അഡ്വാൻറ്റേജസ് സാമ്പത്തികപരമായിട്ട് നമുക്ക് ഏതാണ് ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് 80GG പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇപ്പം അയാളിപ്പം എന്തെങ്കിലും പേ ചെയ്ത റെൻറ്റിന് ഒരു ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്താണ്, 18GG പ്രകാരമായിരിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാളിപ്പം പേ ചെയ്യുന്ന ആ ഒരു റെൻറ്റില്ലേ, ആ റെൻറ്റിന് റിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം മൊത്തത്തിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പം ഇപ്പം ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാൾ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഒരാൾ വാടക വീട്ടിൽ താമസിക്കുന്നു. അങ്ങനാണെങ്കിൽ അയാൾക്ക് കിട്ടിയ ആ ഒരു HRA ഇല്ലേ, അതിന് എക്സംഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ ഇപ്പോൾ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിനകത്തൂടെ കിട്ടുന്ന ആ ഒരു റെൻറ്റും അതിന് കൊടുക്കേണ്ടി വരുന്ന ടാക്സും അയാൾ നോക്കണം. അതേപോലെ തന്നെ ഇപ്പം സ്വന്തം വീട്ടിൽ താമസിക്കുന്നതാണോ അതോ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതാണോ ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത്, മോണിറ്ററി അഡ്വാൻറ്റേജസ് ഏതിനാണോ കൂടുതലുള്ളത് അതും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇൻ കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ദ ആനുവൽ വാല്യൂ ഈസ് നിൽ. അതായത് ഇപ്പോൾ ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ്. But you can deduct the interest paid on the loan repayment up to a maximum limit of INR 13,000. അതായത് ഇപ്പം പരമാവധി 30,000 വരെയുള്ള നമ്മുടെ ഇപ്പം ലോണിൻ്റെ തിരിച്ചടവില്ലേ, നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നെങ്കിൽ ആ ഒരു ലോണിൻ്റെ തിരിച്ചടവില്ലേ, അതിൻ്റെ പലിശ, അതിൻ്റെ ഇൻട്രസ്റ്റിന് ഡിഡക്ഷന് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും തിരിച്ചടയ്ക്കണമെങ്കിൽ അതിൻ്റെ പലിശയില്ലേ, അതിൻ്റെ പലിശയ്ക്ക് ഡിഡക്ഷന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പരമാവധി 13,000 വരെ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി അക്വയർഡ് ഓർ കൺസ്ട്രക്റ്റഡ് വിത്ത് ക്യാപിറ്റൽ ബോറോവിഡ് ആഫ്റ്റർ 31/3/1999 ദ ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ക്ലെയിംഡ് അപ് ടു INR 2 lakh. അതായത് 31/3/1999 ശേഷം നമ്മളിപ്പോൾ ഒരു കടമെടുത്ത ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒന്നെങ്കിൽ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്തതോ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നമുക്ക് 2 lakh വരെ ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും.
എന്താണ് 31/3/1999 ശേഷം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ കടമെടുക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒന്നെങ്കിൽ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പം അത് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നമുക്ക് 2 lakh വരെ നമുക്ക് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്തത്, when an assessee has more than one residential house, he should choose the house having the highest value as self-occupied so as to reduce his income from all the house properties at least as possible. അതായത് ഒരു അസസ്സിക്കിപ്പം 2ൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് ഉള്ളപ്പോൾ അയാൾ ഏറ്റവും ഉയർന്ന വാർഷിക വരുമാനമുള്ള ഏതെങ്കിലും 2 വീട് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു അസസ്സിക്ക് 2ൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ട്. അപ്പം ഏതിനാണോ വാർഷിക വരുമാനം കൂടുതലുള്ള ഏതെങ്കിലും ഒരു 2 വീട് അയാൾ ചൂസ് ചെയ്യണം. ഇത്രയാണ് രണ്ടാമത്തെ ആ ഒരു പോയിന്റിനകത്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ദ ഫോളോയിങ് മാറ്റേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ് ഫോർ ദി റെസിഡൻഷ്യൽ പർപ്പസ്. അതായത് ഇപ്പം റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ആദ്യം ഒന്നാമത്തേതെന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ദി കോസ്റ്റ് ഓഫ് റേസിംഗ് ലോൺ. അതായത് ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ റേറ്റും അതേപോലെ തന്നെ ഒരു ലോൺ റേസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും നമ്മൾ നോക്കണം. എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ റേറ്റും അതേപോലെ തന്നെ ലോൺ റേസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും നോക്കണം. ബി, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓൺ ഫണ്ട്സ്. അതായത് ഇപ്പം നമ്മുടെ സ്വന്തം ഫണ്ടില്ലേ, അത് നമ്മളിപ്പം എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അതിനൊരു റിട്ടേൺ കിട്ടത്തില്ലേ, അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിൻ്റെ റേറ്റ് നമ്മൾ നോക്കണം. ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തത്, എ പേഴ്സൺ ഹു ഓൺസ് മോർ ദാൻ one house property and wants to transfer one or more house to other members of family should consider the following matters. അതായത് ഇപ്പം 1ൽ കൂടുതൽ ഹൗസ് സ്വന്തമായിട്ടുള്ള ഒരാൾ, അയാൾ കുടുംബത്തിലെ വേറെ ഏതെങ്കിലുമൊക്കെ അംഗങ്ങൾക്ക് 1 അതിലധികമോ വീടുകൾ കൈമാറാനിപ്പം അയാൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ വേറെ ആൾക്കെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 1 കൂടുതലോ വീട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്ന് പറയുന്നത്, in the case of transfer of property to the spouse or minor child without adequate consideration, the income from such property shall be taxed at the hands of the transferor and there would be no tax advantages. അതായത് ഇപ്പോൾ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷൻ ഇല്ലാതെ തന്നെ സ്പൗസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈനർ ചൈൽഡിനോ ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ട്രാൻസ്ഫറുടെ കയ്യിലായിരിക്കും അത് ചുമത്തുന്നത്. അതേപോലെ തന്നെ ടാക്സിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ കിട്ടത്തില്ല. എന്തൊക്കെയാണ്? സ്പൗസിനോ മൈനർ ചൈൽഡിനോ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇൻകം ഇല്ലേ, അത് ചുമത്തുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളില്ലേ അയാളുടെ കയ്യിലായിരിക്കും. അതേ കൂടാതെ തന്നെ ടാക്സിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ അവിടെ കിട്ടത്തതുമില്ല. ഇനി അടുത്തത്, at the same time, if he transfer the house to daughter-in-law or HAF without adequate consideration and keep the house as self-occupied, his tax liability will reduce. If it is let out, there would be no tax advantages. അതായത് ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും തന്നെ ഇല്ലാതെ അയാൾ ഹൗസ് ഇപ്പം മരുമകൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു HAFനോ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വന്തം വീട് കൈവശം വെക്കുകയും ചെയ്താൽ ഇപ്പം ഒന്നെങ്കിൽ അയാൾ HAFന് കൊടുക്കുന്നു അല്ലെങ്കിൽ അയാൾ മരുമകൾക്ക് കൊടുക്കുന്നു, എന്നിട്ട് അല്ലെങ്കിൽ അയാൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് തന്നെ ആ ഒരു ഹൗസ് വെച്ചാൽ അയാൾക്ക് ആ ഒരു ടാക്സ് ലയബിലിറ്റിയുടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പം HAFനോ അല്ലെങ്കിൽ മരുമകൾക്കോ അയാൾ ആ ഒരു വീട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വീട് സ്വന്തം കൈവശത്തിൽ വെക്കുകയോ ചെയ്താൽ അയാൾക്ക് ആ ഒരു ടാക്സ് ലയബിലിറ്റിക്കകത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ അയാൾ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ അവിടെ കിട്ടത്തില്ല. ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ അയാൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടോ ഒന്നും തന്നെ പറ്റത്തില്ല. അടുത്തത് ബി,
If he transfer a house to his father, mother, brother, sister, or major son without a consideration, it will reduce his tax liability if let out or self-occupied. അതായത് വിതൗട്ട് ഒരു ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും തന്നെ ഇല്ലാതെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരനോ സഹോദരിക്കോ അല്ലെങ്കിൽ അയാളുടെ മേജർ സണ്ണിനോ ഇവർക്ക് ആർക്കെങ്കിലും വീട് കൈമാറുകയോ ചെയ്താൽ അല്ലെങ്കിൽ അത് ലെറ്റ് ഔട്ട് ചെയ്താൽ അല്ലെങ്കിൽ അയാൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് വെച്ചാൽ അയാളുടെ ടാക്സ് ലയബിലിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ ടാക്സ് ലയബിലിറ്റി അയാളുടെ കുറയും. അടുത്തത് സി. ഇഫ് ഹി വാണ്ട്സ് ടു ട്രാൻസ്ഫർ എ ഹൗസ് ടു സ്പൗസ് ഓർ ഡോട്ടർ ഇൻ ലോ, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ബൈ ടേക്കിംഗ് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇൻ ദി ഫോം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് അസറ്റ് ഫ്രം വിച്ച് ദർ ഈസ് നോ ഇൻകം ഫോർ ഓർ ഹാവിങ് എക്സംപ്റ്റഡ് ഇൻകം. അതായത് ഇപ്പം ഒരു വീട് അയാൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മരുമകൾക്കോ ഒക്കെ കൈമാറുകയാണെങ്കിൽ അതിപ്പം സ്വത്ത് നമ്മൾ കൈമാറ്റം ചെയ്യത്തില്ലേ, അതേ രൂപത്തിൽ വേണം കൈമാറ്റം ചെയ്യാനായിട്ട്. ഇത്രയാണ് നാലാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇഫ് ദി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, ദ ടാക്സ് ഷുഡ് ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതർവൈസ് ദ ഡിഡക്ഷൻ ഷാൽ നോട്ട് ബി അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ദി ഇൻകം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോണില്ലേ, അത് ഇന്ത്യക്ക് പുറത്താണ് അടയ്ക്കണമെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്നും, ഏതാണോ ആ ഒരു സോഴ്സ്, അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതർവൈസ് നമ്മൾ അങ്ങനെ കുറച്ചിട്ടില്ലെങ്കിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. അതായത് ഇന്ത്യക്ക് പുറത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ലോൺ അടയ്ക്കണമെങ്കിൽ ആ ഒരു സോഴ്സില്ലേ, ആ ഒരു സോഴ്സിൽ നിന്ന് വേണം ടാക്സ് കുറയ്ക്കാനായിട്ട്. അങ്ങനെ കുറച്ചില്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇൻകം നമ്മുടെ കമ്പ്യൂട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു ഡിഡക്ഷൻ കിട്ടത്തില്ല. ഇനി ആറാമത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഈസ് ഡിഡക്റ്റബിൾ ഓൺ ഡ്യൂ ബേസിസ്. ഇൻ അതർ വേർഡ്സ്, ദ അസസി ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ even if the interest remain unpaid. അതായത് ഹൗസിംഗ് ലോണിൻ്റെ ഇപ്പോൾ നമുക്കൊരു ഹൗസിൻ്റെ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലേ, അതിന് നമുക്കൊരു ഡിഡക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു അസസി ഇല്ലേ, അയാൾ ആ ഒരു ഇൻട്രസ്റ്റ് അടച്ചില്ലെങ്കിൽ പോലും, അതിൻ്റെ ആ ഒരു ഹൗസിംഗ് ലോണിൻ്റെ പലിശ അടച്ചില്ലെങ്കിൽ പോലും അയാൾക്ക് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒരു ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റിന് കിഴിവുണ്ട്, നമുക്ക് ആ ഒരു ഡിഡക്ഷൻ എന്തായാലും കിട്ടിയിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അടച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഡിഡക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇത്രയാണ് ആറാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് പറയുന്നത്, മുനിസിപ്പൽ ടാക്സ് ഈസ് ഡിഡക്റ്റബിൾ ഓൺലി ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ്സ്. അതായത് ആക്ച്വൽ പേയ്മെൻറ്റ്സിന് മാത്രമേ നമുക്ക് മുനിസിപ്പൽ ടാക്സസ് ഡിഡക്റ്റബിൾ ആവത്തുള്ളൂ. If during a year the assessee has an income less than non-taxable limit, the payment of interest shall be postponed, and in following years, when he has taxable income, the deduction may be claimed after paying the interest. At the same time, the municipal tax on self-occupied house is not deductible in any case. അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ അസസിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനൊരു ലിമിറ്റാണ് അയാൾക്ക് വന്നിരിക്കുന്നത്. കാരണം അയാളുടെ ഇൻകം കുറവാണ്, ആ ഒരു ടാക്സ് അടയ്ക്കുന്ന ലിമിറ്റിനേക്കാളും അയാളുടെ ഇൻകം കുറവാണ്. അങ്ങനാണെങ്കിൽ അയാൾ ഇൻട്രസ്റ്റ് അടയ്ക്കത്തില്ലേ, അത് അയാൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത വർഷം വരുമ്പം അയാൾക്ക് ആ ഒരു ടാക്സ് അടയ്ക്കുന്ന ലിമിറ്റ് വരികയാണ്, അയാളുടെ ഇൻകം കൂടി അയാൾക്ക് ആ ടാക്സ് അടയ്ക്കുന്ന ലിമിറ്റ് വരികയാണെങ്കിൽ അപ്പം അയാൾ ആ ഒരു പലിശ അടയ്ക്കാം, ആ ഒരു ഇൻട്രസ്റ്റ് അയാൾ കഴിഞ്ഞ വർഷം മാറ്റി വെച്ച് ആ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ, അത് ഈ വർഷം നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്നിട്ട് അയാൾക്ക് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു വീട്ടിൽ ആ ഒരു വീടുണ്ടെങ്കിൽ മുനിസിപ്പൽ ടാക്സിൻ്റെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ അവിടെ കിട്ടത്തില്ല. മുനിസിപ്പൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു ഹൗസിന് കിട്ടത്തില്ല. ഇതാണ് നമ്മുടെ ഏഴാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി എട്ടാമത്തെ പോയിന്റാണ്, ഇൻ കേസ് ഓഫ് ആൻ അസസി intending to let out building, plan, etc., it is more beneficial from the tax point of view to let out building along with the plant and machinery and furniture. If so, the income will be assessed under the head profits and gains of business and profession or income from other sources. So the expense including the depreciation can be deducted from income. അതായത് ഇപ്പം
ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലാന്റോ ഒക്കെ തന്നെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പ്ലാന്റും മെഷീനറിയും ഫർണിച്ചറും ഒക്കെ കൂടി വേണം ലെറ്റ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലാന്റും ബിൽഡിങ്ങും നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഷീനറി ഫർണിച്ചറും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിനകത്തോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷനോ അതിൻ്റെ ആ ഒരു ഹെഡിനകത്തായിരിക്കും നമ്മുടെ ഇൻകം കാണുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിനകത്തോ അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷനകത്തോ ആയിരിക്കും ആ ഒരു ഹെഡിനകത്തായിരിക്കും നമ്മുടെ ഇൻകം കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പോലുള്ള എക്സ്പെൻസ് ഇല്ലേ, ഡിപ്രീസിയേഷൻ പോലെ വരുന്ന എക്സ്പെൻസുകൾ, ആ ഒരു എക്സ്പെൻസിൽ നിന്ന് നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതാണ് 8ാമത്തെ പോയിന്റ് പറയുന്നത്. ബിൽഡിങ്ങും പ്ലാന്റും ഒക്കെ തന്നെ ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഫർണിച്ചറും മെഷീനറിയും ഒക്കെ തന്നെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഹെഡിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ അതിൻ്റെ ആ ഒരു ഹെഡിനകത്തൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ പോലുള്ള എക്സ്പെൻസ് ഇല്ലേ, ആ ഒരു എക്സ്പെൻസിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം 8 പോയിൻ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ടാക്സ് പ്ലാനിങ് റിലേറ്റിംഗ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഈ ഒരു 8 പോയിൻ്റ് ആയിരുന്നു വന്നിരുന്നത്. 8 പോയിൻറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 8 പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്